നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ ഒരു ഹിസ്റ്റോറിക് ഡേ ആണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്നലെ ഒരു ഹിസ്റ്റോറിക് ഡേ ആണ്. എന്ത് ഹിസ്റ്റോറിക് ഡേ എന്ന് വെച്ചാൽ ഡോളർ അങ്ങനെ താഴെ വീഴുന്നുകൊണ്ടേയിരിക്കുന്നു. 4500 ഗോൾഡ് സ്പോട്ട് മാർക്കറ്റിൽ ആദ്യത്തെ പ്രാവശ്യം താണ്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. സിൽവർ $70 കഴിഞ്ഞു പോകുന്നു. ടണ്ണിന്റെ വില കോപ്പർ 12,000 രൂപ താണ്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇതിൽ സിൽവറിനെയും കോപ്പറിനെയും പിന്നെ നമ്മളെ ഗോൾഡിനെയും ഇമ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇന്ത്യയിൽ വിലവാശി കയറിയില്ല. ലോകത്തിൽ എല്ലാം കയറുന്നു, നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. രൂപ ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് താഴെ പോയിരിക്കുന്നു. ഇന്ത്യയിൽ വിലവാശി കയറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായാൽ ശരി. എനിവേ, വിലവാശി കയറിയില്ല എന്ന് വെച്ചോ. ഇത് 3 പ്രോഡക്റ്റ് എല്ലാ കമോഡിറ്റി മാത്രം ലൈഫ് ടൈം ഹൈയിലിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രം എങ്ങനെയോ ഇമ്പോർട്ട് ചെയ്യുന്നു. വിലയെ കയറുന്നില്ല. ഇത് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ. ഇത് DP-യിൽ വന്ന ആദ്യത്തെ ലേഡി ചെയ്യുന്ന ആദ്യത്തെ ജോലി എന്തെന്ന് വെച്ചാൽ ആസ്ട്രോയിൽ മേജറായിരിക്കുന്ന ഷെയർസ് ലൂബ്രിക്കൻസിൽ മെജോറിറ്റി ഷെയറിനെ വിറ്റിരിക്കുന്നു. ഇന്ത്യയിൽ ഇവരാണ് ഡോമിനന്റ് പ്ലെയർ. ആ ഷെയറിനെ അവർ വിറ്റിരിക്കുന്നു. Xi കണ്ട് പേടിച്ച് ട്രംപ് ഭാഗവതർ ഇതിൻ്റെ മേളിൽ ചിപ്പ് സാങ്ഷൻ ഇടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളെ സ്ഥലത്തിലുള്ള ടാരിഫിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗ്ലോബലി വെരി ടെൻസ്ഡ് ആണ് സിറ്റുവേഷൻ. പോയ വർഷം ചൈന വന്നിട്ട് US ട്രഷറി ഡോളർ 500 ബില്യൺ ചിരിക്കുന്നു നെറ്റായിട്ട്. സോ ഒരു സൈഡിൽ എല്ലാവരും ടെൻഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായി US അടുത്ത് പറഞ്ഞ് വിൽക്കുന്നു. ഫോറിൻ ട്രഷറി ഓഫ് US എക്സ്പോഷർ കുറഞ്ഞുകൊണ്ടേ പോകുന്നു. അങ്ങനെയെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വിൽക്കുന്നു. ഇത് കാരണം ഗോൾഡ് കയറുന്നു. ഗോൾഡിനെ ഡെഫിനറ്റായിട്ട് വാങ്ങുന്നു. അതിനാ സിൽവറിനെ വെളിയിലയക്കുന്നത് നിർത്തിയിരിക്കുന്നു. സിൽവറിൻ്റെ വിലയിനെ കയറ്റുന്നു. പെട്ടെന്ന് ഇൻഫ്ലേഷൻ ക്യാച്ചപ്പ് ആവാം. ഇതാണ് മാറ്റർ. കാരണം അമേരിക്കയിൽ എത്രയും ദിവസം ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാവും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം അമേരിക്കയുടെ GDP ഗ്രോത്ത് 4.3% ഇരിക്കുന്നു. നോക്കുമ്പോൾ ഫാസ്റ്റസ്റ്റ് ഗോയിങ് എക്കണോമിയിൽ ഒന്നായി 4.3% എന്ന് പറയുന്നത് അമേരിക്കയിൽ എക്സ്ട്രോഡിനറിലി ഹൈ ആണ്. എന്ന് നോക്കുമ്പോൾ റേറ്റ് കട്ടിനെ ആക്ച്വലായിട്ട് ചെയ്യരുത്. ട്രംപ് ഭാഗവതർ ഡാൻസ് ആയിട്ട് റേറ്റ് കട്ടിനെ വാങ്ങാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ട്രംപ് ടാരിഫ് ചെക്ക് $2000-3000 എന്തോ ഒരു വീട്ടിലും അയക്കുന്നതായിട്ട് പറയുന്നു. പക്ഷെ അതിനെ കോർട്ട് റിജക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇരുന്നാലും എനിക്ക് അയക്കേണ്ട പവർ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഗ്ലോബൽ ന്യൂസ്. ഗ്ലോബലി വിലവാശി കയറാൻ പോകുന്നു. അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കണ്ടിന്യൂ ആകാൻ പോകുന്നു. അൺഈവൻ ഗ്രോത്ത് അമേരിക്കയിൽ ഇരിക്കുന്നു. കാരണം ഫെഡ് റേറ്റ് കട്ട് ചെയ്യുമോ ചെയ്യത്തില്ല എന്ന 2 പേജിന്. അപ്പോൾ റേറ്റ് കട്ട് നടത്തും. ഇപ്പം ചെയ്തില്ലെങ്കിലും മേരെ ശേഷം റേറ്റ് കട്ട് അവർ നടത്തും. ഒരു കണക്കിനായിട്ട് ഗോൾഡും വെള്ളിയും ഇന്നലെ റെക്കോർഡായിട്ട് കയറിയിരിക്കുന്നു. വെള്ളിയിൽ എൻ്റെ കറക്ഷൻ ഇത് തന്നെ. റിസർവ് ബാങ്ക് ഓഫ് ദി വേൾഡ് വാങ്ങുന്നില്ല. ഫ്രോൺ ടു ബിഗ് ഫാൾസ്. വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. ഗോൾഡ് ഇന്ന് രാവിലെ ഒരു 40 രൂപ തന്നെ കയറിയിരിക്കുന്നു. 12,800. ഈ ട്രെൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കണ്ടിന്യൂ ആയെങ്കിൽ ഈവനിങ് നമുക്കൊരു സർപ്രൈസ് എതിർനോക്കിയിരിക്കാം. ഇൻ ഗോൾഡ് മാർക്കറ്റ് 2850 വരയ്ക്കും പോവും. അടുത്ത ആഴ്ചയിൽ 13,000 പ്ലസ് ടാക്സ് 22 ക്യാരറ്റ് ഗോൾഡ് പോകാൻ ഒരുപാട് ചാൻസുകൾ ഇരിക്കുന്നു. അതേസമയം സിൽവറും കയറും, കോപ്പറും കയറും. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 19,500 എന്ന് പറയുന്നത് ഇന്ന് ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് 13,000 രൂപ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് 14,500 അടുത്ത് വന്നിരിക്കുന്നു. ഇതേ ട്രെൻഡ് പോകുവാണെങ്കിൽ ഇന്ന് 3,000 രൂപ 4,000 രൂപ വരുന്നു. ഈ വർഷത്തിൽ കയറാൻ നല്ല ചാൻസ് ഇരിക്കുന്നു. അങ്ങനെ ഓവറോളാണ് നോക്കുമ്പോൾ മാർക്കറ്റ് സിറ്റുവേഷൻ വളരെ വീക്കായിരിക്കുന്നു. ഇന്ന് രാവിലെ 30 പോയിന്റ് കയറ്റിയ മാർക്കറ്റിന് നിഫ്റ്റി വെച്ച് കയറ്റിയതിന് പെട്ടെന്ന് താഴെയായിട്ട് -50ക്ക് പോയിരിക്കുന്നു. സംസാരിക്കുന്ന സമയം മാർക്കറ്റ് 14 നിന്ന് 20% പ്ലസ്സിലിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി 25 പോയിന്റിലിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിനെ അടിച്ച് തിരികെ മാർക്കറ്റിനെ ഇറക്കാൻ ഒരുപാട് സമയം എടുക്കില്ല. മോണിറ്ററി പോളിസി ട്രാൻസ്മിഷൻ ഇന്ത്യയിൽ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു. ലിക്വിഡിറ്റി കണ്ടീഷൻ ടൈറ്റായിരിക്കുന്നതാണ് കാരണം എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയുന്നില്ല. RBI റേറ്റ് 5.25. പക്ഷെ ഓവർനൈറ്റ് ബാൻഡ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ടൈറ്റായിരിക്കുന്ന കാരണം 2.46 വരയ്ക്കും ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ശരിയാക്കുന്നു എന്ന ഒരു പേരിൽ 2,90,000 കോടി മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നതായിട്ട് നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നു. അല്ല, 50,000 കോടിയായിട്ട് ഇറക്കും.
ലാസ്റ്റായിട്ട് 40,000 കോടിയായിട്ട് ഇറക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗവൺമെൻറ് ബോണ്ടായിട്ട് മാർക്കറ്റിൽ വാങ്ങി ക്യാഷ് ഓഫ് ഫണ്ടിനെ മാർക്കറ്റിനകത്തെ ഇറക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് റേറ്റ് വന്നിട്ട് 5.25 കുറയും. ബട്ട് ഇൻഫ്ലേഷനെ ഇല്ല എന്ന് അവർ വിശ്വസിക്കാം, ഗവൺമെൻറ്റും വിശ്വസിക്കാം. ഇനി ഡെപ്പോസിറ്റ് റേറ്റിനെ ഇതിന് മുകളിൽ കുറച്ചെങ്കിൽ ജനങ്ങൾ പണം വാങ്ങാൻ ഓടിപ്പോകുന്നു. എന്നാൽ ബാങ്കിൽ ഇടുന്നില്ല, എൻ്റെ കാശിനെ ബാങ്കിൽ ഇട്ടില്ലെങ്കിൽ ലെൻഡിങ് റേറ്റ് വലുതായിട്ട് കുറയത്തില്ല, ട്രഷറി അവിടെ ഇരിക്കും. വരുന്ന കാലങ്ങളിൽ വിലവാശി ഇന്ത്യയിൽ കൂടുതൽ കയറാൻ പോകുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ട്രേഡ് ചെയ്യണത് വളരെ കഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 1 ജനുവരി 2025 എടുത്ത് കേരളത്തിൽ ഞങ്ങൾ 4%, 5%, 10% വരയ്ക്ക് പോസിറ്റീവ് എന്ന് പറയുന്നു. ഞാനിട്ട് എന്തെന്ന് വെച്ചാൽ 15-16 മാസമായിട്ട് ഇൻഡെക്സ് ഓൾ ടൈം ഹൈനെ ടച്ച് ചെയ്യാതെ ഇവിടെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വേറെ ഇൻഡസ്ട്രി തന്നെ നോക്കാതെ ബ്രോഡർ മാർക്കറ്റ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് നോക്കിയെങ്കിൽ 60-70% അടി വാങ്ങിയിരിക്കുന്നു. അതേ സമയത്തിൽ നമ്മളെ സ്ഥലത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ പേപ്പർ പറയണത് H1B വിസ വാങ്ങാൻ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലേ ഇരിക്കുന്നു. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിനെ പിടിച്ച് അവരെ സ്ഥലത്തിൽ പോകാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോയിൻമെൻറ്റ് ഡിനൈഡ്. അതുപോലെ തന്നെ നമ്മളെ സ്ഥലത്തിലിരുന്ന് ലോട്ടറി സിസ്റ്റമിന് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ത് കാര്യമെന്നാൽ ഇത് കാരണം നമ്മളെ സ്ഥലത്തിൽ ഒരുപാട് ആൾക്കാരിന് ജോലി പോകാൻ ചാൻസ് ഇരിക്കുന്നു. ഇവിടെയേ ഇരുന്നുകൊണ്ടിരിക്കുന്നു. 3 വർഷത്തിന് ഒരു പ്രാവശ്യം മാറ്റണം എന്ന് പറയുന്നു. അതിൽ നിന്ന് അവർ വെളിയിൽ വന്ന് തിരികെ അകത്ത് പോകാൻ പറ്റുന്നു. കുറിച്ച് വ്യക്തമായിട്ട് ഹിന്ദു പേപ്പറിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. വന്നിട്ട് IT ഇന്ന് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് കാരണം IT സ്റ്റോക്സ് ആർ ഡൗൺ. ഇതാണ് ഇന്നുള്ള മാർക്കറ്റ് നിലവാരം. ഇന്ന് ഏതൊക്കെ സ്റ്റോക്ക് വീഴുന്നത് പോലെ ഇരിക്കുന്നോ അതിലൊക്കെ നിങ്ങൾക്ക് ഹോക്കി എടുക്കാം. ആൻഡ്രൂ വാസോക്കിൻ 4 റെഡ് കളർ ബുക്ക് 1929 ഇല്ലെങ്കിട്ടുണ്ട്. അതിൽ ബിഗിനിങ്ങിൽ പ്രൊലോഗിൽ പറയുന്ന കണ്ടീഷൻസ് ഇന്ത്യയിൽ ഇന്ന് ഇരിക്കുന്നു. അതായത് എല്ലാവരും അർബൻ ഏരിയയ്ക്ക് വരുന്നു എന്ന് എഴുതുന്നു. ഇന്ത്യയിലും റൂറൽ അർബൻ ഏരിയാസിൽ വലിയ ഒരു മൈഗ്രേഷൻ ഇരിക്കുന്നു. എല്ലാം ചേർത്ത് പിന്നെ ഒരു ക്രൈസിസ് വരുമോ എന്ന് സംശയം നമുക്കിരിക്കുന്നു. ഇതിൻ്റെ പാട്ടിന് ഇതിരിക്കട്ടെ. ഇതുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസിനെ കുറിച്ച് നോക്കാം. ടാറ്റ സ്റ്റീൽ ബ്ലൂ സ്കോപ്പിന് ഔട്ട്റൈറ്റ് വാങ്ങാൻ പോകുന്നു. ബ്ലൂ സ്കോപ്പ് ഇനി ഞങ്ങൾ ഓസ്ട്രേലിയയിൽ മാത്രം ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇന്ത്യയിൽ 4 സ്ഥലങ്ങളിലാണ് പ്ലാന്റ് ഇരിക്കുന്നത്. ഇനിയും ഒരുപാട് പ്ലാന്റുകൾ വരാൻ ചാൻസസ് ഉണ്ട്. ഈ ജോയിൻറ്റ് വെഞ്ചർ വന്നിട്ട് ദോസ് പാനേഴ്സ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഈ സമയം ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ട് പക്ഷേ 9.9% ക്യാപിറ്റൽ ഫെഡറൽ ബാങ്കിൽ ഇറക്കുന്നതായിട്ട് പ്രോമിസ് ചെയ്തിരിക്കുന്നു. RBIയും കോംപ്രിഹെൻഷൻ കമ്മീഷനും അപ്രൂവൽ കൊടുത്തിരിക്കുന്നു. 9.9% സ്റ്റോക്കിന് ബാങ്കിൽ വയ്ക്കുമെന്ന വിശ്വാസം എല്ലാവർക്കും ഇരിക്കും. അത് നമുക്കും ഇരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ 6 പുതിയ വണ്ടികളെ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നു. എല്ലാം ഇലക്ട്രിക് ആണ്. 45-50% ഇരിക്കുന്ന മാർക്കറ്റ് ഷെയറിന് അവിടെയെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും. ഇതുവരെയ്ക്കും 2.5 ലക്ഷം ഇലക്ട്രിക് കാർ ഞങ്ങൾ വിറ്റിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് കാർ 1 lakh കാർ ഞങ്ങളെ നെക്സോൺ തന്നെ ഞങ്ങൾ മാർക്കറ്റിനെ ഡെഫിനറ്റായിട്ട് ഡിഫെൻഡ് ചെയ്യും പറഞ്ഞിരിക്കുന്നു. അടുത്ത എന്ത് ന്യൂസ് എന്ന് വെച്ചാൽ വിപ്രോ എന്ത് പറയുന്നു എന്നാൽ ഞങ്ങളെ സന്തൂർ സോപ്പ് ഒന്ന് നമ്പർ 1 സെല്ലിംഗ് സോപ്പായിരിക്കുന്നു ഇന്ത്യയിൽ. ലൈഫ് ബോയ് സോപ്പിനെ ഞങ്ങൾ ഗാലി ചെയ്തു, ഞങ്ങൾ തന്നെ നമ്പർ 1 പ്ലെയർ എന്ന് പറഞ്ഞിരിക്കുന്നു. ലൈഫ് ബോയ് ഇതിന് വായ തുറന്നില്ല, വളരെ സൈലൻ്റായിരിക്കുന്നു. സന്തൂറിനെ അക്വയർ ചെയ്ത് അധികം അതിനെ ഗ്രോ ചെയ്യാൻ വെച്ച് വലിയ ബ്രാൻഡ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും IT കമ്പനിയെ നോക്കുമ്പോൾ ആരും ഈ കമ്പനിയെ നോക്കിയില്ല. ഈ കമ്പനി പ്രൈവറ്റ്ലി ഹെൽഡാണ്. അതുപോലെ തന്നെ ബജാജ് ഓട്ടോ എന്ത് ചെയ്യുന്നു എന്നാൽ KTMനെ എങ്ങനെ ശരി ചെയ്യണമെന്ന് ഒരു ഡീറ്റെയിൽഡ് മൾട്ടി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ഷൻ നോക്കിയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. ലിനിയും നോവോ നോർഡിസ്കും ഗുസ്തിയിട്ട് ഓരോരുത്തർ ചണ്ടയിട്ട് റേറ്റിന് കുറച്ച് സെമി ഗ്ലൂട്ടഡ് മാർക്കറ്റ് എങ്ങനെ പിടിക്കാം എന്ന ഒരു പ്ലാനിൽ വളരെ കെയർഫുള്ളായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഓയോ എന്ത് പറയുന്നു എന്നാൽ ഫിസൺ ഓഫ് നെയിം കമ്പനി ശരി ഇവരുടെ അടുത്ത് നിന്ന് കാശ് വരുന്നില്ല, സ്റ്റാർട്ടപ്പ് മണി, കമ്പനി ദിവാല് തന്നെ, ജനങ്ങളെ എന്ത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഹോട്ടൽ കമ്പനിയാണ്, നിങ്ങൾക്ക് IPO വരും.
എന്ന് പറഞ്ഞിട്ടുണ്ട്. POയിൽ ഇടുവാണെങ്കിൽ നിങ്ങളെ കാശ് ഗോവിന്ദ ഗോവിന്ദ എന്ന് പോവും. ഇല്ല കാണാതെ കരഞ്ഞു പോവും. അത് കാരണം നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ അകപ്പെടാതെ ഇരിക്കണം. എസ് ലൈഫ് സയൻസസ് അവർ ബയോസ്റ്റിമുലർ പ്രോഡക്റ്റിൽ സ്ട്രെങ്തൻ ചെയ്ത് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പോകുന്നു. ETC എന്ത് ചെയ്യുന്നു എന്നാൽ അത് ഹിന്ദിയിൽ പറഞ്ഞൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നു. ടിക എന്തോ എന്ന്. ടി എന്ന് പറഞ്ഞാൽ വുമൻ ആണ്. ഇൻ മൈൻഡൻ പോലെ ഒന്ന് ലോഞ്ച് ചെയ്ത് ഈ കൾച്ചർ ഞങ്ങൾ ഇന്ന് പ്രോഫിറ്റബിൾ ആക്കുമെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി സീഡ് ആൻഡ് ഫർണിച്ചർ ഇതൊരു വലിയ അഡ്വാൻറ്റേജാണ് തന്നെ ഇരിക്കും. ഒരാളെ നോക്കിയെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നെഗറ്റീവായിരിക്കുന്നു, പോസിറ്റീവ് ഒന്നും പോകത്തില്ല, പോയാലും പുറകെ അടിക്കും. വളരെ കെയർഫുള്ളായിട്ട് നല്ല വിലയിൽ കിട്ടും പൊട്ടാസ് ലിസ്റ്റിന് ഇന്ന് 2 എന്ന് കൺസിഡർ ചെയ്യാം. ഗോൾഡിൻ്റെ വില കയറിയതിൽ മണപ്പുറം സ്റ്റോക്ക് കയറി കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ മുമ്പ് ഇതിനെ 32 കണ്ടവർക്ക് ആൾമോസ്റ്റ് 9 ബാക്കർ കൺഫേം. 25 വാങ്ങിയവർക്ക് റഫ് ടൈംസ് റിട്ടേൺ ആണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കൺസിഡർ ചെയ്ത നല്ല സ്റ്റോക്കിൽ ഒന്നാണ്. ചില കമ്പനികളിൽ ഫെഡറൽ ബാങ്ക് മുമ്പേ കയറിയിരുന്ന കാരണം ഇന്ന് വലുതായിട്ട് കയറിയില്ല. നന്ദി, നമസ്കാരം.